എൻ്റെ പേര് സിസിലി. എൻ്റെ നാട് മലയാറ്റൂർ. ഉടമ്പടി എടുത്തിട്ട് 2022 ജൂലൈ 27-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ ഒരു AC-യുടെ തണുപ്പ് വരുന്നത് പോലെ എനിക്ക് ഉണ്ടായി. അപ്പോൾ തന്നെ സുഗന്ധ തൈലത്തിൻ്റെ നല്ല സ്മെല്ലും വന്നു. 3 പ്രാവശ്യം അങ്ങനെ അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ മോള് ആസ്പത്രിയിലൊന്ന് പോവാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു. എനിക്കൊരു ചെറിയൊരു വേദനയുണ്ടായി കഴുത്തിൻ്റെ അവിടെ. ആ ഡോക്ടറെ കണ്ട് ഡോക്ടർ ടെസ്റ്റ് ഒന്ന് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തു. എനിക്ക് ക്യാൻസർ ആയിരുന്നു. ബ്രസ്റ്റിലും മസിലിലും ആയിരുന്നു ക്യാൻസർ. അവിടുന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് വന്നപ്പോൾ 4-ാം സ്റ്റേജായിരുന്നു. എന്നെ എല്ലപ്പ ആസ്പത്രിയിലായിരുന്നു. അവിടുന്ന് എന്നെ രാജഗിരി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. 8 കീമോ ചെയ്തു. അതിനുശേഷം എന്നെ ഇവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ അരിയത്ത് കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തു. അച്ഛനെയും കൊണ്ട് ജോസഫ് അച്ഛനെയും കൊണ്ട് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് സുഖം തോന്നി. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, എന്നെ മാതാവിൻ്റെ അരിയത്ത് ഒരു ദിവസം ഇരുത്തിയാൽ മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ എൻ്റെ മോനും ഉണ്ടായിരുന്നു. മോൻ പിടിച്ചാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അച്ഛൻ മോനോട് ചോദിച്ചു, നീ എന്താ ചെയ്യണേന്ന് ചോദിച്ചു. ഞാൻ വിസയ്ക്ക് ഒരുങ്ങിയിരിക്കണം, വിസ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ വിസ തടസ്സം മാറി, നിനക്ക് വിസ ഒരാഴ്ചയ്ക്കുള്ളിൽ വരുമെന്ന് പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ വിസ വന്നു. അതിനുശേഷം 27-ാം തീയതി എനിക്ക് സർജറി പറഞ്ഞു. 2 സർജറി നടത്തി. സർജറിയുടെ സമയത്തൊക്കെ ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു, മാതാവേ ഇനി ഈ വേദന സഹിക്കാൻ എന്നെയും കൊണ്ട് വയ്യ എന്ന് മാതാവിനോട് അപേക്ഷിച്ചു. മാതാവിൻ്റെ കാശിരുവ ഞാൻ മുറുകെ പിടിച്ചു. സർജറിക്ക് കയറ്റി. എൻ്റെ 2 ബ്രസ്റ്റും മസിലും ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ വീണ്ടും സ്കാൻ ചെയ്തു. 1 ബ്രസ്റ്റും മസിലിൻ്റെ സർജറിയാണ് നടത്തിയത്. 1 ബ്രസ്റ്റ് ഒഴിവാക്കി. സർജറി സമയത്ത് മാതാവിൻ്റെ കാശിരുവ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ഒന്നും അറിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ മാതാവ് എന്നെ ഇങ്ങനെ കൈ പിടിച്ച് എന്നെ എന്നോട് സംസാരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അതുവഴി ഞാൻ കണ്ണു തുറക്കുമ്പോൾ മാതാവ് എന്നെ തൊട്ടിലിൽ ആട്ടി ഉറക്കുന്നതായി എനിക്ക് അനുഭവപ്പെടും. ഞാൻ മയങ്ങിപ്പോവും. അങ്ങനെ എൻ്റെ സർജറിയുടെ ദിവസങ്ങൾ കഴിഞ്ഞു. 22-ാം ദിവസം വീണ്ടും റേഡിയേഷൻ തുടങ്ങി. 20 റേഡിയേഷൻ ചെയ്തു. അതിനും ഇങ്ങനെ തന്നെയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി. മാതാവിൻ്റെ അരികിൽ വന്ന് വീണ്ടും എല്ലാ മാസവും വരുമായിരുന്നു. വീണ്ടും അത് കഴിഞ്ഞ് എൻ്റെ മോക്ക് പാടില്ലാണ്ടായി. മോക്ക് നടുവേദനയായിരുന്നു. അയർലൻഡിലാണ് അവൾക്ക് നടുവേദന വന്ന് അവൾക്ക് അരയ്ക്ക് താഴേക്ക് തളർന്നുപോയി. അവൾക്ക് അയർലൻഡിലെ ചികിത്സ എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് കൊണ്ടുപോക്കുമെന്ന് അവർ പറയുകയും ചെയ്തു. നാട്ടിലേക്ക് അവളെ കൊണ്ടുവരാൻ ഇരുന്ന് പോരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എങ്ങനെ കൊണ്ടുവരുമെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് മെയ് 3-ാം തീയതി 2022 മെയ് 3-ാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. മാതാവ് 3-ാം തീയതി അവൾ സൗഖ്യം പ്രാപിച്ചു. അവൾ സുഖമായി ജോലിക്ക് പോയി. മാതാവിനോട് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് മാതാവിനോട് നിയോഗം വെച്ച് ഉടമ്പടിയിൽ സമർപ്പിച്ചു. മാതാവിന് അനുഗ്രഹം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞു. മാതാവേ, ആ മോൾക്ക് ഒരു കുഞ്ഞുണ്ട്, ഒരു കുഞ്ഞിനെയും കൂടി മാതാവ് കൂട്ടായി നൽകണമേ എന്ന് മാതാവിനോട് അപേക്ഷിച്ചു. മാതാവ് അവൾക്കൊരു കുഞ്ഞിനെയും കൂടി നൽകി. അത് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. നോർമൽ പ്രസവമായി അവൾ സുഖത്തോടെ ഇരിക്കുന്നു. അതേപോലെ തന്നെ എൻ്റെ മോന് വിസ തടസ്സമായിരുന്നു. ആ വിസയുടെ തടസ്സം മാറ്റി കൊടുത്തു. ലൈസൻസ് പുതുക്കാൻ വൈകി.
അവൻ്റെ ജോലിക്ക് തടസ്സം വന്നു. ലൈസൻസ് പുതുക്കി കിട്ടി. ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോയി ബസ്സിൽ കയറുമ്പോഴത്തേക്കും എനിക്ക് ഫോൺ വരും, മോൻ അവിടെ ജോലിക്ക് കയറി, ലൈസൻസ് പുതുക്കി കിട്ടി എന്ന് പറയും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. വീണ്ടും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ചേച്ചിയുടെ മോള് ഗർഭിണിയായിരുന്നു. ആ കുഞ്ഞ് ആർട്ട് കംപ്ലൈൻ്റ് ആയിരുന്നു, ആർട്ട് പകുതി ഉള്ളായിരുന്നു. അപ്പോൾ അബോർഷനായി കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു. വീണ്ടും ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ചേച്ചിനെ കൂട്ടിയും കൊണ്ടുവന്ന്, മാതാവേ, അമ്മ ദാനമായി നൽകിയ അമ്മയുടെ കുഞ്ഞ്, അമ്മ ആ കുഞ്ഞിന് അനുഗ്രഹിക്കണമേ എന്ന് മാതാവിനോട് അപേക്ഷിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ പ്രസവിച്ചു. 24 കുഞ്ഞിന് കിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. 24 മണിക്കൂറാണ് പറഞ്ഞത്. ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് കൊച്ചിൻ്റെ വെൻ്റിലേറ്ററിൽ കൊടുക്കുന്ന ഫോട്ടോ എടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്ത് അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഈ കുഞ്ഞ് ഇപ്പോൾ സുഖമായി ഇരിക്കുന്നു. 6 മാസം കഴിഞ്ഞു. കൊച്ചിന് ഒരു കുഴപ്പവുമില്ല. അതേമാതിരിയിൽ തന്നെ എൻ്റെ ഇളയ മോൾക്കും ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ മോനും മോക്കും ജോലി കിട്ടി. മോൻ്റെ മംഗല്യം നടത്തി തരണമേ എന്ന് മാതാവിനോട് അപേക്ഷിച്ചു. മാതാവ് മോനൊരു നല്ല മോളെ നൽകി മംഗല്യം നടത്തി തന്നു. അതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി. അതെല്ലാം അമ്മ സാധിച്ചു തന്നു. ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ നൽകിയ അമ്മേ, കോടാനുകോടി നന്ദി പറയുന്നു. മാതാവേ, അമ്മയുടെ അരികിൽ വന്ന് എല്ലാ മാസവും ഞാൻ വന്ന് പത്രം കൊണ്ടുപോയി ഓരോരുത്തർക്ക് കൊടുക്കും. ഞാൻ രോഗിനെ കാണാൻ പോവും. അതേമാരയിൽ മാതാവിൻ്റെ അരിയത്ത് വന്ന് ഉടമ്പടി എടുക്കാൻ ആരെങ്കിലുമൊക്കെ പറഞ്ഞയക്കും. അയലൊക്കത്തൊന്ന് വിട്ടയച്ചു. അവരെ ഉടമ്പടി എടുത്തു. അവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അങ്ങനെ കോടാനുകോടി നന്ദി പറഞ്ഞ് എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണും, കുർബാന സ്വീകരിക്കും. മാതാവിനോട് കൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകിയ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറഞ്ഞ് അമ്മയെ ഞാൻ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സാക്ഷ്യം പറഞ്ഞ സഹോദരി ഒരു ക്യാൻസറിൻ്റെ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് പ്രാർത്ഥനയിൽ നേരിട്ടത് എന്നുള്ളതാണ് സാക്ഷ്യം. അതിൽ എന്തുകൊണ്ടാണ് ഇതൊരു ഉടമ്പടി സാക്ഷ്യമായിട്ട് മാറുന്നതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആ പ്രാർത്ഥന സമയത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഒന്നാമത്തത് ഇവിടെ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു തണുത്ത കാറ്റിൻ്റെ പോലൊരു അനുഭവം ഉണ്ടായി എന്നുള്ളതും അത് ഒരു വലിയൊരു ദൈവാനുഭവമായിട്ട് ആദ്യം തന്നെ ലഭിക്കുന്നതും പിന്നീട് സർജറിയുടെ മറ്റു സമയത്തും മാതാവിനെ കാണുവാനായിട്ട് മനസ്സിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണുവാനായിട്ട് അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു പ്രസൻസ് അത് അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതും ഉടമ്പടിയുടെ ദൈവാനുഭവം. കാരണം ഈ ഒരു അൾത്താരയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് അടിസ്ഥാനം. അപ്പം ഇവിടെ സാക്ഷ്യം പറയുന്നവർ മാതാവിനെ കണ്ടു, അല്ലെ മാതാവിനെ സ്പർശിച്ചു, മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ലഭിച്ചു എന്ന് പറയുന്നത് ഈ അൾത്താരയുടെ തന്നെ വലിയൊരു കൃപയുടെ അടയാളമായിട്ട് അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ ചേർന്ന് നിൽക്കുന്ന വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മളതിനെ വായിക്കുന്നതും. പരിശുദ്ധ അമ്മ അങ്ങനെ ഒരു സന്ദേശമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. രണ്ടാമത്തത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലെല്ലാം മാതാവ് വ്യക്തമായിട്ടൊരു ഇടപെടൽ നടത്തിയെന്നുള്ളതും ഒപ്പം ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനുള്ള ശ്രമമുണ്ടെന്നുള്ളതും ഈ സാക്ഷ്യത്തിൽ വ്യക്തമാണ്. അപ്പം തൻ്റെ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നവർക്ക് മാതാവ് ആദ്യം നൽകുന്നത് ഒരു സൗഖ്യത്തിനേക്കാളും ഉപരി മാതാവ് ഈ വിഷയത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ളൊരു സാന്നിധ്യമാണ്. അത് പലരും പല രീതിയിൽ അനുഭവിക്കുന്നു. ഈ ഒരു സാക്ഷ്യത്തിൽ നമ്മൾ കേൾക്കുന്നതനുസരിച്ച് അനുഭവിച്ച വിധങ്ങൾ ഇതുമാണ്. അപ്പം മാതാവിൻ്റെ ഈ വലിയൊരു സാന്നിധ്യത്തെ പ്രതി നന്ദി പറയുകയും ഉടമ്പടി വിശ്വസ്തയോടെ നിൽക്കുവാനുള്ള അഭിഷേകത്തിന് വേണ്ടിയും മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള വലിയ ഭാഗ്യത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.